നീ എനിക്ക് തികപ്പാൻ നൽകിയ പ്രവൃത്തി അല്ലേ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എന്തു പ്രാഗൽഭ്യമാണ് കർത്താവിനുള്ളത്, യേശുവിനുള്ള പ്രാഗൽഭ്യം കണ്ട്. പിതാവേ, അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു അല്ലേ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നാം ഭൂമിയിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നത് എപ്പോഴാണ്? ദൈവം നമുക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ നാം തികയ്ക്കുമ്പോഴാണ്. ഹല്ലേലൂയ. നാമും യേശു സഞ്ചരിച്ച് അക്കരെ നാട്ടിലെത്തിയതുപോലെ നാമും അക്കരെ നാട്ടിലെത്തുമ്പോൾ പിതാവിനോട് പറയണം, പിതാവേ, ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ പ്രാഗൽഭ്യത്തോടു കൂടിയ സാക്ഷ്യം നമുക്ക് പറയുവാൻ ശേഷി ഉണ്ടാകണമെങ്കിൽ ദൃശ്യമായ മേഖല വിട്ട് അദൃശ്യമായതിലേക്ക്, മനുഷ്യർക്കാർക്ക് നമ്മളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, മനുഷ്യർക്കാർക്ക് നമ്മളെ അംഗീകരിപ്പാൻ കഴിയാത്ത, ഒറ്റപ്പെട്ടു പോകത്തക്കവണ്ണമുള്ള നിലയിൽ ഒരു മനുഷ്യനും നമ്മളെ സ്നേഹിപ്പാനോ ആദരിപ്പാനോ കഴിയാത്ത ദുഷ്കരമായ സാഹചര്യത്തിലൂടെ, അദൃശ്യമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ആ കാര്യം പിതാവായ ദൈവത്തിന് മുൻപാകെ പറയുവാൻ തക്കവണ്ണമുള്ള ശേഷി ഉണ്ടാകുകയുള്ളൂ. അതിനായിട്ട് എന്തു ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം.